ഹലോ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ നൗഫിയ. ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. സെക്കൻഡ് വീഡിയോ മീൻസ് ആ ലോങ് ഗ്യാപ്പിന് ശേഷം ഇടുന്ന സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് ഞാൻ ഇട്ടത് ഒരു പർപ്പിൾ ഹോൾ വീഡിയോ ആയിരുന്നു. അത് ഈ വീക്കിൽ തന്നെ. അപ്പോൾ ഈ വീക്കിൽ സെക്കൻഡ് വീഡിയോ ആണ് ഇത്. അപ്പോൾ ആ പർപ്പിൾ ഹോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണണം കേട്ടോ. അത് ഒരു ഹോൾ അൺബോക്സിങ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ പർച്ചേസ് ചെയ്തതിൻ്റെ അത് കാണിക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എനിക്ക് മുൻപേ ചെയ്യണം എന്ന് നല്ല ആഗ്രഹം, നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഞാനാണെങ്കിൽ പോലും ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ ഡേ ഇൻ മൈ ലൈഫൊക്കെ കാണാറുണ്ട്. അപ്പം എനിക്ക് ചെയ്യണം എന്ന് എനിക്കും നല്ല ഇഷ്ടമുള്ള ഒരു കണ്ടന്റ് ആണ് ഈ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ബട്ട് ഞാനിപ്പം ഈ ഇൻട്രോ വീഡിയോ ഞാൻ ആക്ച്വലി ഡേ ഇൻ മൈ ലൈഫ് എൻഡ് ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഷൂട്ട് ചെയ്തത് എൻഡ് ചെയ്തപ്പോൾ ഇടുന്നത് എന്ന് വെച്ചാൽ നൈറ്റ് ഒരു 8:30 ആയെന്ന് തോന്നുന്നു ഇപ്പം ടൈം. അപ്പം എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. കാരണം എനിക്ക് ഫസ്റ്റ് ഇൻട്രോ, കാരണം എല്ലാവരും ഇൻട്രോ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ തൊട്ടുള്ള വീഡിയോ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഒരു ഇൻട്രൊഡക്ഷൻ പറയാനായിട്ടുള്ള ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സ്പേസ് ആ വീഡിയോയിൽ കാണും. ബട്ട് ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനല്ല. അപ്പം എനിക്ക് അത് കാരണം തന്നെ അങ്ങനെ അവിടെ സംസാരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ആ വീഡിയോയിൽ കാണത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഈ ചെറിയൊരു ഇൻട്രോ എടുക്കുന്നത്. അപ്പം എല്ലാവരും വീഡിയോ കണ്ടു വെക്കണം. എന്ന് വെച്ചാൽ എൻ്റെ ഡെയിലി മീൻസ് നോർമൽ ഒരു ഡേ എന്ന് വെച്ചാൽ വീട്ടിൽ നിൽക്കുമ്പോൾ പുറത്തോട്ടൊന്നും പോകുന്നില്ല, അങ്ങനെ ഒരു നോർമൽ ഒരു ഡേയിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കുറച്ച് മൊമെന്റ്സ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. അതിന് എന്തെങ്കിലും പറയണ്ടായിരുന്നു? ഓക്കെ, അതിനൊന്നും പറയാനില്ല. അപ്പൊ എല്ലാരും വീഡിയോ കാണണമെന്ന് പറ. ആ, എണീക്ക്, നമ്മൾ വ്ലോഗ് എടുക്കുകയാണ്. എണീക്ക്. ഗുഡ് മോർണിംഗ്. എണീക്ക്. വേക്കപ്പ് ദുആ പറ. എണീറ്റ് പറ കുട്ടാ, പറ. നമ്മൾ വ്ലോഗ് എടുക്കുകയാണ്, അതിനെ വീഡിയോ എടുക്കുന്നു. പറ വേക്കപ്പ് ദുആ. സേ എണീക്ക്. അങ്ങനെ രാവിലെ അതിന് എണീറ്റു, അതിന് ബ്രഷൊക്കെ ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഞാൻ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുക. സ്കിൻ കെയർ ഇപ്പം ചില ഡേയ്സൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യും, കാരണം രാവിലെയൊക്കെ എണീക്കുമ്പോൾ ലേറ്റാവും. ഇന്നും അത്യാവശ്യം ലേറ്റായി. അപ്പോൾ എണീക്കുമ്പോൾ ലേറ്റ് ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ സ്കിപ്പ് ചെയ്യും. എന്നാലും മാക്സിമം അവോയ്ഡ് ചെയ്യാതെ നോക്കും. അങ്ങനെ എണീറ്റു. അതിന് ബ്രഷ് ചെയ്തപ്പോൾ തന്നെ പല്ലിൽ നിന്ന് കുറച്ച് ബ്ലഡൊക്കെ വന്നിരുന്നു, കാരണം പല്ല് ഇളക്കാറായിരിക്കുക. അങ്ങനെ രാവിലെ എണീറ്റിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഗ്ലാസ് വെള്ളം, പ്ലെയിൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. അങ്ങനെ അതിൻ്റെ പല്ല് ഇളവിയത് കാരണം അതിനാകെ ഫേസൊക്കെ ഡള്ളായിട്ടിരിക്കുകയാണ്. ബ്ലഡൊക്കെ കുറച്ച് വന്നായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് അങ്ങനെ ചിരിക്കിയത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലും ആൾ ശരിയായില്ല. അതിനുശേഷം പിന്നെ പിന്നെ രാവിലെ കഴിക്കാനുള്ളത് കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റ് തനിയെ കഴിക്കാൻ കുറച്ച് പാടാണ്, വെച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അത് കൊടുത്തുകൊണ്ടിരിക്കുക. ആ ടൈമിൽ തന്നെ ഞാനും ഒരു കപ്പ് ഗ്രീൻ ടീ കുടിക്കും. അങ്ങനെ അത് കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ യൂട്യൂബിൽ പ്രിയങ്ക ചോപ്രയുടെ ഒരു മോട്ടിവേഷണൽ സ്പീച്ച് കേൾക്കുമായിരുന്നു. എവറി മിസ്റ്റേക്ക് ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ഗ്രോ. Don't let the fear of failing stop you from trying. Instead, let the fear of regret motivate you. Regret is far worse than failure, because regret is a reminder of the chances you didn't take and the life you could have lived. Additionally, take care of your health, both physically and mental. Your body and mind, the vehicles that will carry you towards your dreams, and they need to be on top condition. Eat well, exercise. Okay, next select the O sound. O sound. Okay, tick it.
അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതിനിപ്പോൾ സ്കൂളിൽ പോകണില്ല, കാരണം LKG നാട്ടിലെ സ്കൂളിലായിരുന്നു ചേർത്തത്. അപ്പം ക്ലാസ്സസ് റെഗുലറായിട്ട് പോകാൻ പറ്റാതെ, കാരണം നമ്മൾ ദുബൈയിലോട്ടൊക്കെ പോയും വന്നും അങ്ങനെ ആയതുകൊണ്ട് ക്ലാസ്സസ് ഒന്നും റെഗുലറായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ക്ലാസ് ഇപ്പം ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പം ഞാൻ ലാസ്റ്റ് സ്കൂളിൽ പോയപ്പോൾ ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ തന്നായിരുന്നു ക്രിസ്മസ് എക്സാമിൻ്റെ. അങ്ങനെ അതൊക്കെ ചെയ്യിപ്പിക്കുക. ഇന്ന് അതിനെ കൊണ്ട് ഇംഗ്ലീഷാണ് ഞാൻ ചെയ്യിപ്പിക്കുന്നത്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് ദിസ് ആൻഡ് ദാറ്റ്. അപ്പോൾ ഫസ്റ്റത്തെ ഡാഷ് ഇസ് എ ഹാറ്റ്. This. T-H. പിന്നെ അടുത്ത ഉച്ചയ്ക്ക് ലഞ്ചിനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ്. തോരൻ വെക്കുകയാണ്. അപ്പം ഇത് ചക്കയുടെ സെൻറ്റർ പോർഷൻ ഉണ്ട്, പൂഞ്ചെന്നാണ് പറയുന്നത് അവള്. അപ്പം അത് വെച്ചിട്ടൊരു തോരനാണ് വെക്കുന്നത്. അപ്പം അത് വെച്ച് ഫസ്റ്റ് അത് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ പിന്നെ പയർ ആഡ് ചെയ്യും. പയറും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു തോരനാണ് വെക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. ഇവിടെ വീട്ടിലും ഇതുവരെയായിട്ടും ഇത് വെച്ചിട്ടില്ല ഇങ്ങനെ. അങ്ങനെ പിന്നെ തോരനൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് തൂത്തുവാരി. ഇനി അടുത്ത ഈ മീനൊന്ന് ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്യാനായിട്ട് മസാലയൊക്കെ തേച്ചെടുക്കണം. ഇതിന് ചെങ്കലവ എന്നാണ് പറയുന്നത്. ചെറുതായതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാൻ നല്ല പാടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് മസാല തേച്ച് ഒന്ന് കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്ക് മസാലയൊക്കെ നല്ലോണം പിടിക്കും അതിൽ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ രാവിലെയും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ നോക്കിയപ്പം പായസം ഉണ്ടായിരുന്നു. തെറ്റിയിരിക്കേണ്ട, ഐസ്ക്രീം അല്ല, ഇത് പായസമാണ് ഞാൻ കുടിക്കുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ പോയപ്പോൾ അവൾ തന്ന പായസമാണിത്. അപ്പോൾ ഇനി അടുത്ത പരിപാടി കുളിയാണ്. അപ്പം കുളിക്കുന്നതിന് മുന്നേ ഞാൻ വിചാരിച്ചൊരു ഫേസ് പാക്ക് ഇടാമെന്ന് വിചാരിച്ചു. ഫേസ് പാക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഹോം റെമഡീസൊക്കെ ചെയ്യാൻ എനിക്ക് കുറച്ച് മടിയാണ്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ച് പീൽ മാസ്കാണ്. ഓറഞ്ച് പീൽ ഞാൻ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. വീട്ടിൽ ഈ ഓറഞ്ച് വാങ്ങിയപ്പോൾ അതിൻ്റെ തൊലി എടുത്തിട്ട് ഞാൻ ഡ്രൈ ചെയ്തു പൊടിച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യും. അപ്പം ഒരുപാട് നാളിരിക്കും, കേടൊന്നും വരത്തില്ല, അങ്ങനെ യൂസ് ചെയ്യും. അപ്പം ഇതിൻ്റെ കൂടെ ഞാനിപ്പം തൈരും ഓറഞ്ച് പീലും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സാധാരണ തേനും കടലമാവും കൂടെ ഇതിൽ ആഡ് ചെയ്യും. അങ്ങനെയും ഇടാം. അങ്ങനെ ഇട്ടാലും ഇങ്ങനെ ഇട്ടാലും നല്ലത് തന്നെയാണ്. അതിനുശേഷം ഒക്കെ പോയി കുളിച്ചു. ഞാൻ അതൊക്കെ ഫേസിലിട്ട് ഡ്രൈ ആയതിനു ശേഷം കുളിച്ച് കഴിഞ്ഞ് പിന്നെ നമസ്കരിച്ചു. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനുള്ള ടൈമായിരുന്നു. ചോറും പൊരിച്ച മീനും അച്ചാറ്, ചക്കയുടെ സെൻറ്റർ പോർഷൻ, അതിൻ്റെ തോരൻ, ചമ്മന്തി എല്ലാം കൂട്ടിയിട്ട് ലഞ്ചായിരുന്നു. ആ ഫിഷ് ഫ്രൈ ഒരു രക്ഷയില്ലായിരുന്നു. കുറച്ച് എഫേർട്ട് എടുത്ത് നിന്ന് ക്ലീൻ ആക്കേണ്ടി വന്നെങ്കിലും അതിൻ്റെ ടേസ്റ്റ് സത്യം ഒരു നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ലഞ്ചൊക്കെ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. രാവിലെ ഒന്നും കഴിക്കാത്തത് കൊണ്ടും നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ കഴിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഫോണിലൊക്കെ തന്നെയായിരുന്നു. ഫോണിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസ്, യൂട്യൂബ് വീഡിയോസ് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ. പിന്നെ ഒരു ഈവനിങ് ആയി, കുറച്ച് ലേറ്റായി, 6 o'clock ആയായിരുന്നു. ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു. അതാണ് കുറച്ച് ആ ലൈറ്റ് പോയത് കൊണ്ട് അതിൻ്റെ ഒരു ഇത് വീഡിയോയിൽ അറിയാം. അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. മുൻപ് ഒരുപാട് നല്ല ഗാർഡനും എല്ലാം വെൽ മെയിൻറ്റെയിൻഡ്, അതുപോലെ ഒരുപാട് ചെടിയും അത്ര നല്ല മെയിൻറ്റെയിൻ ചെയ്ത ഒരു വീട്ടിലും അങ്ങനെ ആയിരുന്നു. ബട്ട് നമ്മൾ ഈ ഇടയ്ക്കില്ലാത്തത് കാരണവും ഒക്കെ പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് നശിച്ചു പോയി. അതുപോലെ തന്നെ ഈ പുല്ല് ഗാർഡൻ കണക്ക് ഫുള്ള് ചെയ്തിരുന്ന അതും എല്ലാം ഒക്കെ പോയി. അങ്ങനെ ഇപ്പം കുറച്ചൊക്കെ ഉള്ളൂ മുൻപത്ത് വെച്ച് കമ്പയർ ചെയ്ത. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് അകത്ത് കയറിയിട്ട് ഇപ്പം അതിന് ബ്രെഡും ന്യൂട്ടല്ലയല്ല, ഇതൊരു ഡോൾസി എന്ന് പറയുന്ന ഹേസൽനട്ട് ചോക്ലേറ്റ് സ്പ്രെഡാണ്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ദുബൈയിൽ വെച്ച് വാങ്ങിയതാണ്. അങ്ങനെ ഞാനും അതിൽ നിന്ന് ഒരു പീസ് കഴിച്ചു. ഈ ഒരു ടൈമാണ് ഏറ്റവും വിശപ്പുള്ള ടൈം ഒരു ഡേയിൽ. എന്നിട്ട് പിന്നെ നമസ്കരിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം ഖുറാനൊക്കെ ഓതി.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു നോർമൽ ഡേ. അപ്പം വീഡിയോ ഫുള്ള് കണ്ടാണെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ താങ്ക് യു.